എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 8-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡിനുള്ള മസ്റ്ററിംഗ് വീണ്ടും പ്രഖ്യാപിച്ചു. 18-ാം തീയതി മുതൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്തുടനീളം മസ്റ്ററിംഗ് നടപ്പിലാക്കുന്നത്. വിവിധ ജില്ലകളിൽ വിവിധ തീയതികളിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുള്ള തീയതി ഇങ്ങനെയാണ്. ഓണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന മസ്റ്ററിംഗ് സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് നടക്കുക. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ നടക്കും. ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാകും. റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ EKYC അപ്ഡേഷൻ NFSA കാർഡുള്ള എല്ലാ അംഗങ്ങളും, അതായത് AAY മഞ്ഞ റേഷൻ കാർഡുള്ളവരും PHH പിങ്ക് റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കളിലെ സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. എന്നാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് കേന്ദ്രവിഹിതം ഈ അംഗങ്ങളുടെ പേരിൽ ലഭിക്കുകയുള്ളൂ. ഈ അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അതാത് ജില്ലകളിൽ സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ EKYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു. റേഷൻ കടയിലൂടെ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ സാധനങ്ങളുടെ വിതരണത്തിന് തടസ്സം വരാതിരിക്കാൻ അതാത് സപ്ലൈ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് 4800 രൂപ വിതരണം ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കയ്യിൽ വിതരണം ആരംഭിക്കുന്നത്. ഓണം 14-ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഗഡുവായിട്ടുള്ള 3200-ന്റെ വിതരണവും ആരംഭിക്കും. ഇതിനു വേണ്ടി 1700 കോടി രൂപ സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. സംസ്ഥാന ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഫേസ്ബുക്കിലൂടെ ഈ കാര്യങ്ങൾ ഇന്നലെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ 2023-ൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ 3200 രൂപ കൂടി എത്തിച്ചേരുന്നതാണ്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. ആദ്യം ബാങ്കിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. 11-ാം തീയതിയാണ് ബാങ്കിൽ പെൻഷൻ എത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. 11-ാം തീയതി രാത്രി 6 മണിക്ക് ശേഷമായിരിക്കും തുക എത്തിച്ചേരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. പെൻഷൻ എത്തിച്ചേരുക 2 ഗഡുക്കളായിട്ടാണ്. 1600 രൂപ വീതം ലഭിക്കുന്ന 2 ഗഡുക്കളായിട്ടാണ് പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക. കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് 2 മാസത്തെ തുക ആവുമ്പോൾ 300 കുറവുള്ള ആളുകൾക്ക് 600-ന്റെ കുറവുണ്ടാകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു ദിവസം ഒരു ഗഡു കയറി പിറ്റേ ദിവസം മറ്റൊരു ഗഡു കയറുന്ന രീതിയിലാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ 3200 ലഭിക്കുവാൻ കാത്തിരിക്കുന്ന ആളുകൾ, ബാങ്കിൽ കാത്തിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കയ്യിൽ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ, കയ്യിൽ വിതരണം സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് നൽകുക. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ കഴിയുന്നതോടുകൂടി 11-ാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും എന്ന് പറയുമ്പോൾ 2 ദിവസത്തിനപ്പുറം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും. ഓണത്തിന് മുമ്പ് പരമാവധി ആളുകൾക്ക് പെൻഷൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് സർക്കാർ 11-ാം തീയതി തന്നെ വിതരണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണവും നേരത്തെ ഉണ്ടാകും. 13-ാം തീയതിയോടുകൂടി വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ഓണം ആണ് എങ്കിൽ പോലും ആ ദിവസങ്ങളിലും, 1-ാം ഓണമായാലും തിരുവോണമായാലും വിതരണക്കാർ, പ്രാദേശികമായിട്ടുള്ള വിതരണക്കാർ ആ ഒരു തുക ഓണം അവധിയാണ് എങ്കിൽ പോലും വീട്ടിൽ എത്തിച്ച് നൽകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. 2 മാസത്തെ തുക ലഭിക്കുമ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കമ്മീഷൻ മേടിക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. അതേ തുടർന്ന് ധനവകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് 3200 രൂപയ്ക്ക് ഒരുമിച്ച് ലഭിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് 1600 ഏതാനും ദിവസങ്ങൾക്കകം 3200 നൽകുന്ന സമയത്ത് ഞങ്ങളുടെ ചെലവിലേക്ക് എന്ന് പറഞ്ഞ്, വാഹനം ഓടിക്കുന്ന ചെലവിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് 200 രൂപ നിങ്ങൾ തരണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തുക നിങ്ങൾ നൽകണമെന്നോ വിതരണക്കാർ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ സംസ്ഥാനത്ത് മുമ്പ് സാഹചര്യം, അതായത് 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴാണ് ഈ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിവരം നിങ്ങളുടെ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് അറിയിക്കേണ്ടതാണ് എന്നും
ധനവകുപ്പ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എല്ലാവരുമല്ല, ഭൂരിഭാഗം ആളുകളും ഇത് വലിയ സേവനമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ഇൻസെന്റീവ് തുക ഉണ്ട് എങ്കിലും ഇൻസെന്റീവ് ഒക്കെ വളരെ താമസിച്ചാണ് ലഭിക്കുന്നത്. എങ്കിലും അവർ സേവനമായിട്ട് തന്നെയാണ്, വലിയ സേവനമായിട്ട് തന്നെയാണ് പെൻഷൻ വിതരണം ഈ ജീവനക്കാർ നടത്തുന്നത്. പക്ഷേ അതിൽ ചില ആളുകൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ പൈസ ഇതുപോലെ കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ചെറിയ തുക ഈടാക്കുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായതുകൊണ്ട് ധനവകുപ്പ് തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ കാര്യം കൂടി എല്ലാവരും ഓർക്കേണ്ടതാണ്. അപ്പോൾ പെൻഷൻ വിതരണം 11-ാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. മസ്റ്ററിംഗിന്റെ കാര്യം പറയുമ്പോൾ ഈ മാസം 30-ാം തീയതി വരെയാണ് മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം പൂർത്തീകരിക്കണം. ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ മുടങ്ങില്ല. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ തുടർന്നങ്ങോട്ട് സെപ്റ്റംബറിന് ശേഷം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പെൻഷനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഓണം ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് 1050 രൂപയുടെ ഭക്ഷ്യകിറ്റ് പ്രഖ്യാപിച്ചതായി ധനമന്ത്രി കെ. ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. 20 കിലോ അരി അടങ്ങുന്ന സാധനങ്ങൾ കിറ്റിലുണ്ടാകും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് 1000 രൂപ ഉത്സവ ഭത്ത നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ഉത്സവ ഭത്ത ഓണം ബോണസ് ഇനത്തിൽ 4000-ഉം 2750 രൂപയും ലഭിക്കും. പ്രധാനപ്പെട്ട അറിയിപ്പ്, കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കുള്ള ചികിത്സാ ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15000 രൂപയാക്കിയിട്ടാണ് ചികിത്സാ സഹായം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒക്ടോബർ 1 മുതൽ ഓൺലൈനായിട്ട് എല്ലാ സഹായങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് 0471 246 42 40 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെടുന്ന ആരും സംരക്ഷിക്കാനില്ലാത്ത 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് അടിയന്തര ചികിത്സ, ആംബുലൻസ് സേവനം, പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സാമൂഹ്യ നീതി വകുപ്പ് ധനസഹായം ലഭ്യമാക്കുന്ന വയോരക്ഷ പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായോ 0471 230 60 40 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കളുടെ വിവാഹത്തിനോ 30,000 രൂപ ധനസഹായം നൽകുന്ന പരിണയം പദ്ധതിയിലേക്കുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. ലഭിക്കുന്നതിന് വിവാഹം അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 0471 23 41 241 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.